ഹായ് ഓൾ, നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി തോരനാണ്. നമ്മുടെ റെസിപ്പിയിലെ താരം ആരാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ചക്കക്കുരുവിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ക്യാൻസറിന് വരെ ഏറ്റവും നല്ല ഒന്നാണ്. എന്തായാലും എങ്കിലിനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ചക്കക്കുരു വളരെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. തേങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. തേങ്ങ ഇട്ടില്ലെങ്കിൽ യാതൊരു ടേസ്റ്റും കാണില്ല. തേങ്ങയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് നന്നായിട്ട്, ഇനി ഉപ്പ് ഇടുന്ന കാര്യം ഞാൻ വിട്ടുപോയി. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നല്ല തിരുമിയെടുക്കുക. നന്നായിട്ട് തിരുമിയാൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നന്നായിട്ട് തിരുമുക. നന്നായിട്ട് തിരുമി അല്പം വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി തിരുമുക. അതിനുശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് അതിനെ വേവിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ അത് വേവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ നന്നായി കുറച്ചിടുക. എന്നിട്ട് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്പം ഒന്ന് ഇളക്കിയില്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. നല്ല ഫ്ലേവർ കിട്ടും. നല്ല ഒരു മണമാണ് ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും. നല്ല ഒരു മണമാണ് നമുക്ക്. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇറക്കി വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ.